സ്ഫടികേ രക്തദായദ്വദ് ഉപാധേർ നീലതാംബരേ യഥാ ജഗദിദം ഭാതി തഥാ സത്യമിവാദ്വയേ. ആകാശത്തിൽ ഏതു പ്രകാരമാണോ നീലിമ പ്രകടമാകുന്നത്, അതുപോലെ സ്ഫടികത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒരു ചെമ്പരത്തിപ്പൂവ് കൊണ്ടുവച്ചാൽ ആ കണ്ണാടി അല്ലെങ്കിൽ സ്ഫടികം ചുമപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്, അതൊക്കെ ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. സ്ഫടികത്തിലെ ചുമന്ന നിറവും, അല്ലെങ്കിൽ അരളിപ്പൂവ് കൊണ്ടുവച്ചാൽ അല്ല മഞ്ഞ അന്തിമന്താരം കൊണ്ടുവച്ചാൽ മഞ്ഞ നിറവും, നീല റിബൺ കൊണ്ടുവച്ചാൽ നീല നിറവും ഒക്കെ കാണുന്നത് ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ, ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ സ്ഫടികം ശുദ്ധ സ്ഫടികം. അതുപോലെയാണ് ഈ ജഗത്തും. ഉള്ളതുപോലെ കാണപ്പെടുന്ന ഈ നാമരൂപാധി ജഗത്ത് ഉള്ളതേ അല്ല. ഇതെങ്ങനെ വിശ്വസിക്കും? സ്വാമി സംസാരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്ക് ഉള്ളതല്ലേ? ഈ മേശ ഉള്ളതല്ലേ? ഈ റൂം ഉള്ളതല്ലേ? ഈ പ്രകൃതിയിലെ വൃക്ഷങ്ങൾ ഉള്ളതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ആർക്ക്? എന്നിലെ ഞാനിന്. നമ്മളെല്ലാം ഞാൻ ബോധത്തിൽ നിൽക്കുകയാണ്. ഞാൻ ഭാവത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാം സത്യം, സത്യം, സത്യം. എന്നാൽ എപ്പോഴാണോ ഈ ഞാനെന്ന് പറയുന്നത് സ്ഫടികത്തിൽ കാണപ്പെടുന്ന ആ ചുമപ്പ് പോലെ ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്നുള്ള സത്യമായ അറിവിലേക്ക് ഉണരുന്നത്, അതെങ്ങനെയാണ്? തന്നിലെ താനിലേക്ക് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഉണർത്തുന്നത് അല്ലെങ്കിൽ ഉയർത്തുന്നത്, അതിൽ സ്ഥിതി നേടുന്നത് എന്ന് വെച്ചാൽ തന്നിൽ താനായിരിക്കുന്നത്, അയാൾക്ക് ഈ ഞാനിൽ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാൻ താനായി മാറിക്കഴിഞ്ഞു. തന്നിൽ ഈ പ്രപഞ്ചം ഇല്ല. ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രം ഉള്ളതാണ് ഈ പ്രപഞ്ചം. നമ്മൾ ഇവിടുത്തെ അദ്വൈതാനുഭൂതിയിലൂടെ നിരന്തരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്കുള്ള മാറ്റം. എവിടെ, ആരിലുണ്ടായിട്ടുണ്ട് ഈ മാറ്റം? ഉണ്ടോ? കേൾക്കും തോറും ഞാൻ ഭാവത്തിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും, ഇല്ലേ? ഇപ്പം 100 പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. 100ാമത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ടും തന്നിലെ ഞാനിൻ്റെ കട്ടി പണ്ടത്തേതിനേക്കാൾ ഇരട്ടിയായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ കേട്ടതൊക്കെ കേട്ടു കൊള്ളാം, നല്ല കാര്യം കേട്ടു. പക്ഷേ ആ കേട്ടതിലേക്ക് ഉയരാൻ കഴിയാത്തതിന് കാരണം നമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വാസനകൾ, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വാസനകൾ, അത് നമ്മെ ഈ ഞാനിൽ തന്നെ ബലമായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മാറണമെങ്കിൽ എന്താ വേണ്ടത്? നിരന്തരമായ ശ്രമം. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ നിരന്തരമായിട്ട് ആ ബോധം തന്നിൽ നിലനിർത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ മന്ത്രം നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്താ മന്ത്രം?
ശിവോഹം ശിവോഹം ശിവോഹം. മന്ത്രം ഉരുവിട്ടാൽ അതാകില്ല. ആ മന്ത്രം ഉരുവിടുമ്പോൾ ഓരോ ഉരുവിടലിലും നിങ്ങൾ ഈ ഞാനല്ല ഞാനിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ, ആ ശിവം, അതാണ് സത്യമായിട്ടുള്ളത് എന്ന അറിവ് നില നമ്മിൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം. പാടാണ്, വളരെ പാടാണ്. രണ്ട് സാധകർ ശവസാധന ചെയ്യാൻ ശ്മശാനത്തിലേക്ക് പോയി. ഞാനും ശ്മശാനത്തിലൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും വലിയ ശ്മശാനം താരാപീഠത്തിൽ, ആസാമിലെ താരാപീഠത്തിലൊക്കെ പോയിരുന്നിട്ടുണ്ട്. 2 ശവങ്ങളുടെ പുറത്ത് 2 പേരും ഇരുന്നു. രാത്രി മുഴുവനും ആ കാളിയെ തന്നെ, ശ്മശാന കാളിയെ തന്നെ നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ട് സാധന തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ കാളിയെ കണ്ട് പേടിച്ച് ഭ്രാന്ത് പിടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടി. മറ്റേയാളുടെ മുമ്പിൽ ഏതാണ്ട് നേരം വെളുക്കാറായപ്പോൾ ആ കാളി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അയാൾ ആദ്യം ചോദിച്ചത്, കാളിയോട് ചോദിച്ചത്, ഞങ്ങൾ 2 പേരും ഒരേ സാധനയാണ് അനുഷ്ഠിച്ചത്, പക്ഷേ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഒരവസ്ഥയുണ്ടായി, ആ ശവവും ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്തുകൊണ്ടാണത്? എനിക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടല്ലോ, എന്തുകൊണ്ടാണത് എന്ന് ഇയാൾ ദേവിയോട് ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, നീയും ഇതുപോലെ ആ ശവസാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ഭ്രാന്ത് പിടിച്ച് എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട്, അനവധി ജന്മങ്ങളിൽ. അതിൻ്റെ തുടർച്ചയായിട്ട് നിരന്തരം അത്യന്തം ശ്രദ്ധയോടുകൂടി നീ അതിനെ തന്നെ വീണ്ടും 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 വിചാരം ചെയ്തുകൊണ്ട് ആ സാധന തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്കിപ്പോൾ സമയമായി, നിനക്ക് ആ ദർശനം കിട്ടിയിരിക്കുന്നു. അവന് സമയമായിട്ടില്ല, അവൻ്റെ സാധന പൂർണ്ണമായിട്ടില്ല, ബലവത്തായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളേതു തരത്തിലുള്ള സാധനയാണ്? ഇവിടെ എന്താ സാധനയായിട്ട് ആവശ്യപ്പെട്ടത്? ഒരു കർമ്മവും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. വേണ്ട സാധന ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ആ ഭാവം നിലനിർത്തുക എന്നുള്ള ഒരു സാധന മാത്രം. അത് കർമ്മമല്ല, ഭാവം മാത്രം. യദ്ഭാവോ തദ്ഭവതി. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. സച്ചിദാനന്ദ സ്വരൂപഃ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. യദ്ഭാവോ, എന്താ നിങ്ങളുടെ ഭാവം? ഈ കുട്ടപ്പനാണ് ഞാൻ, ഗോപാലകൃഷ്ണനാണ് ഞാൻ, വസുമതിയാണ് ഞാൻ, ഹിന്ദുവാണ് ഞാൻ, ക്രിസ്ത്യാനിയാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ താഴ്ന്ന നിലയിലാണ്, ഞാൻ ഭാവത്തിലാണ്. ആ ഞാനെന്ന് പറയുന്നതുള്ളതേ അല്ല എന്ന് ഈ 100 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നില ഏതുപോലെയാണ്? ആ ശവസാധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് ഓടിയ ആളിൻ്റെ അവസ്ഥയിലാണ്. പക്വത ഉണ്ടായിട്ടില്ല. ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഉയരാം. ഒറ്റ പ്രാവശ്യം കേട്ടാൽ പോരെ. അനവധി വർഷങ്ങളായിട്ട് സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ലാത്ത ഒരാൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. കുട്ടിക്കാലത്ത് കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് വിദേശത്ത് പോയി. കുട്ടി വളർന്നു, വലിയ പണക്കാരനായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എൻ്റെ അച്ഛൻ എവിടെയാണ്, ഒന്ന് കാണണം, ഉണ്ടെങ്കിൽ കാണണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ ദത്ത് കേന്ദ്രത്തിൽ വന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, നാളെ വന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം അച്ഛനെ കാണാനായിട്ട് എത്തിയപ്പോൾ അച്ഛൻ വെള്ളമടിച്ച് ഫിറ്റായിട്ട് തലക്കെട്ടും കെട്ടി പാട്ടും പാടി
നടന്നു വരുന്നു. ദാ ഈ നടന്നു വരുന്നയാളാണ് നിൻ്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ എന്ന് അയാൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തെ വിളിക്കണോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. ഇനി നാളെ കാണണോ എന്ന് ചോദിച്ചു. വേണ്ട, ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. അല്ലേ? നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെയും കാണണം. നാളെയും കൂടെ കാണണോ? വേണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ഈ 100 പ്രഭാഷണങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാണപ്പെടുന്ന നാമരൂപധാരിയല്ല നിങ്ങൾ, ആ നാമരൂപധാരിയെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ നാമരൂപധാരി നിശ്ചേഷ്ടനായിട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? നാമരൂപരഹിതമായ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങളുടെ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. നിങ്ങളിലെത്താൻ അതിനെ ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ കേട്ട് മനസ്സിലാക്കി അതിനെ കാണാതെ കാണണം. കാണാതെ കാണുന്നതിനൊരു വിദ്യ കൂടെ പറഞ്ഞു തരാം. സിനിമ കാണുന്നില്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പടത്തിൻ്റെ പിന്നിലുള്ള തിരശീലയെ ഭാവനയിലൂടെ കാണാതെ കാണാൻ സാധിക്കില്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, തിരശീലയിൽ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ചിത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കണ്ണടച്ചുകൊണ്ട് ആ തിരശീലയെ ഭാവനയിലൂടെ കാണാൻ സാധിക്കില്ലേ? സാധിക്കുമോ? എന്താ ഉണ്ടോ? സാധിക്കും. കണ്ണടച്ച് ആ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ആധാരമായിരിക്കുന്ന വസ്തു ആ വെളുത്ത തിരശീലയാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്നാൽ നിങ്ങൾക്ക് പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആ തിരശീലയെ കാണാൻ സാധിക്കുന്നത് പോലെ നിങ്ങളിലെ ഞാനാകുന്ന ചിത്രം നിങ്ങളിലെ ആ തിരശീലയിൽ, താനാകുന്ന തിരശീലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാനാകുന്ന ചിത്രം നിങ്ങളിലെ താനാകുന്ന തിരശീലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ താനാകുന്ന തിരശീലയെ തന്നിലെ തന്നെ ഈ കേൾക്കുന്ന അറിവിലൂടെ, ഭാവനയിലൂടെ നിങ്ങൾ കാണാതെ കാണണം. അതിനെന്താ വേണ്ടത്? ശ്രദ്ധ. യോ യശ്രദ്ധ സ ഏവ സഹ. ഒരാൾ ഒരു യോഗിയുടെ സമീപത്തെത്തി. ആ യോഗിയുടെ കയ്യിൽ ഒരു സ്പർശമണി ഉണ്ടായിരുന്നു. സ്പർശമണി. അതുകൊണ്ട് പച്ച ഇരുമ്പിൽ തൊട്ടാൽ ആ പച്ച ഇരുമ്പ് സ്വർണമായിട്ട് മാറും. അപ്പോൾ യോഗിയുടെ അടുത്ത് ഇയാൾ വന്ന് സംസാരിച്ച് പരിചയമായി. അയാൾ എന്ത് ചെയ്തു? ഈ സ്പർശമണി ഉപയോഗിച്ച് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് താക്കോൽ, വലിയ ഒരു താക്കോൽ, നീളത്തിലുള്ള താക്കോലുണ്ടല്ലോ, വലിയ താക്കോൽ, പണ്ടത്തെ താക്കോലൊക്കെ അതുപോലാണ്. ആ താക്കോലിലൊന്ന് സ്പർശിച്ചു. താക്കോൽ സ്വർണമായിട്ട് മാറി. എന്നിട്ട് ആ യോഗി എന്ത് ചെയ്തു? ആ നദിയുടെ തീരത്തിരിക്കുകയായിരുന്നു. ആ സ്പർശമണിയെ നദിയിലേക്ക് എറിഞ്ഞു. ഇയാൾ ആ സ്വർണ്ണ താക്കോലും വെച്ച് അത്ഭുതപ്പെട്ടിരിക്കുന്നു. എറിഞ്ഞു കളഞ്ഞു സ്വാമി. എനിക്കെന്തിനാണ്? യോഗികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇയാളെന്ത് ചെയ്തു? ദിവസവും ആ ആറ്റിൻ്റെ കരയിൽ പോയിരുന്ന് ഈ സ്പർശമണി എന്ന് പറഞ്ഞാൽ ഉരുളം കല്ലല്ല, സ്പർശമണി പലതരത്തിലുള്ള കൂട്ടുകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. രസമണി എന്ന് പറയും. വളരെ വലിയ സാധന ചെയ്യുന്ന ആളുകൾക്ക് അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉരുളം കല്ല് പോലെ ഇരിക്കും, സൈക്കിൾ ഗോലി പോലെ ഇരിക്കും. അതിൻ്റെ വലിപ്പം പലതരത്തിലാകും. അപ്പോൾ ആ കല്ല് വീണ സ്ഥലത്ത്
ഇയാൾ ദിവസവും ഇറങ്ങി വെള്ളത്തിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് ഓരോ കല്ലെടുത്ത് നോക്കും, കളയും. അല്ല, കളയും, നോക്കുന്നത് മാത്രമല്ല, ഒരു ഇരുമ്പ് കഷ്ണവും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കല്ലെടുക്കും, ആ ഇരുമ്പ് കഷ്ണത്തിൽ ഒന്ന് ഉരയ്ക്കും, ഇരുമ്പ് കഷ്ണത്തിൽ നോക്കും, സ്വർണ്ണമായില്ല, കളയും. അങ്ങനെ നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നത് വരെ. കാരണം വീണ സ്ഥലം അറിയാം, കൃത്യമായിട്ടും അറിയാം. അപ്പോൾ ഈ സ്വാമി, ഈ യോഗി ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം സ്വാമി പറഞ്ഞു, ഞാൻ ഈ സ്ഥലം വിട്ടു പോവുകയാണ്. സ്വാമി, ആ രസമണി കിട്ടിയില്ലല്ലോ. നീ ശ്രമം തുടരുക, നിനക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധാപൂർവം നീ അത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ കിട്ടിയാലും അത് നിൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ശ്രദ്ധ വളരെയധികം വേണം, അത്യന്തം ശ്രദ്ധാലുവായിരിക്കണം. ഏറ്റ് സ്വാമി എന്ന് പറഞ്ഞ് അയാൾ നിരന്തരമായിട്ട് ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കുത്തിയിരുന്ന് ഒരു കല്ലെടുക്കും, ഇരുമ്പിലുരയ്ക്കും, നോക്കും, കളയും. കല്ലെടുക്കും, ഉരയ്ക്കും, നോക്കും, കളയും. ഇത് യാന്ത്രികമായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷത്തോളമായി. അപ്പോൾ അവസാനം ഇപ്പോൾ എന്താ പരിപാടി, എന്തുവാ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കല്ലെടുക്കും, ഉരയ്ക്കും, നോക്കും. ഈ ഉരയ്ക്കലും നോക്കലുമൊക്കെ യാന്ത്രികമായി. കല്ലെടുക്കും, ഉരയ്ക്കും, ദൂരെ കളയും. കല്ലെടുക്കും, ഉരയ്ക്കും, ദൂരെ കളയും. ശ്രദ്ധ കുറഞ്ഞു. കാരണം ഒരു വർഷമായിട്ട് ഉരപ്പ് മാത്രമേ ഉള്ളൂ. ഉരയ്ക്കും, നോക്കും, കളയും. അപ്പോൾ അത് തുടർന്നു കൊണ്ടേയിരുന്നപ്പോൾ ഇപ്പോൾ അവസാനമായപ്പോൾ ഇപ്പോൾ കല്ലെടുക്കും, ഉരയ്ക്കും, നോക്കിയാലും ഒന്നും കാണില്ല, കളയും. അപ്പോൾ നോക്കുന്നതിലെ ശ്രദ്ധ അങ്ങ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാളിങ്ങനെ കല്ലെടുക്കും, നോക്കും, കളയും, കല്ലെടുക്കും, നോക്കും, കളയും. അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നോക്കിയപ്പോൾ കാണാം കയ്യിലിരിക്കുന്ന ഇരുമ്പ് സ്വർണ്ണമായി ഇട്ടിരിക്കുന്നു. കയ്യിലിരിക്കുന്ന ഇരുമ്പ് സ്വർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു കല്ല് ആ സ്പർശമണിയായിരുന്നു. അത് ഉരച്ചപ്പോൾ ഇയാൾ ശ്രദ്ധിച്ചില്ല, അത് എറിഞ്ഞു കളഞ്ഞു. കിട്ടിയിട്ടും പോയി, ശ്രദ്ധ ഇല്ലാതായിപ്പോയി. ഉണ്ടായിരുന്നു യാന്ത്രികമായിട്ട് നിരന്തരമായിട്ടുള്ള ആ ശ്രദ്ധയുടെ ബലമില്ലായ്മ. കാരണം ആ സ്പർശമണി കിട്ടിയിട്ടും അയാൾക്ക് പ്രയോജനപ്പെട്ടില്ല. അതുപോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ താൻ തന്നെയാണ് എന്നുള്ള നിസ്സാരമായ ഭാവത്തിലാണ് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. വളരെ ശ്രദ്ധാപൂർവം ഇത് എല്ലാവരിൽ നിന്നും ഇത് കേട്ട് ഗ്രഹിക്കാനും കഴിയില്ല. കാരണം ഗുരുക്കന്മാർ പലതരത്തിലുണ്ട്. ഒരു കത്തിയെരിയുന്ന ദീപത്തിൻ്റെ ചിത്രം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ദീപം കൊളുത്തിയെടുക്കാൻ കഴിയുകയില്ല. കത്തിയെരിയുന്ന ഒരു ദീപത്തിൻ്റെ ചിത്രം ഇവിടെയുണ്ടെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് മറ്റൊരു ദീപം കൊളുത്തിയെടുക്കാൻ കഴിയുകയില്ല. അതുപോലെ ഒരു ഗുരു അനുഭവസ്ഥനല്ലെങ്കിൽ അയാൾ പറയുന്നതിലൂടെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിൽ വന്ന് പതിക്കുകയില്ല. അനുഭവസ്ഥനായിരിക്കണം ഗുരു. അപ്പോൾ സ്വാമിയുടെ കാര്യം എങ്ങനെയാണ് സ്വാമി എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾക്ക് അനുഭവതലത്തിലേക്ക് ഉണർവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൊള്ളാം, പാസ് മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ
ചിത്രത്തിലെ വിളക്ക് പോലെ തന്നെ. അപ്പോൾ പറയുന്നത് ആ ഗുരുവിൻ്റെ നില അനുഭവസമ്പന്നനായിരിക്കണം. അവർക്ക് മാത്രമേ ഇതങ്ങോട്ട് പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, യെസ്, ഐ എം ദാറ്റ്. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം എന്നിലെത്താൻ, അതെന്നിൽ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ആ അറിവിലൂടെ അങ്ങ് സർവാന്തര്യാമിയായി മാറുകയാണ്. എന്നിലെത്താൻ എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നു. ആര്? എന്നിലെത്താൻ. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും നിങ്ങൾ ആ ഭാവത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ ഭാവത്തിൽ കർമ്മത്തിലേർപ്പെടുക. രണ്ടുമാകാം. ബി ഇൻ ദ താൻ ആൻഡ് ബി ഇൻ ദ ഞാൻ. സദാസമയവും താനായി തന്നെ ഇരിക്കുക. ഞാനായിട്ട് നിങ്ങൾ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനായിട്ട് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ധാരണ ഉണ്ടായിരിക്കും, ഈ കർമ്മമൊക്കെ മിഥ്യ, ഉള്ളതേയല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതാണ് നമ്മുടെ ഈ മന്ത്രത്തിൽ തുടങ്ങുന്നത്. സ്ഫടികേ രക്തദായദ്വത് ഉപാധേർ നീലതാംബരേ. അംബരേ, ആകാശത്തിലെ നീലിമ ഉപാധി കൊണ്ടുണ്ടാകുന്നതാണ്. സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ സൂര്യപ്രകാശത്തിലെ നീലനിറം നാനാഭാവങ്ങളിൽ ചിതറി അതാണ് ആകാശത്തിൽ നീലിമയായിട്ട് കാണപ്പെടുന്നത്. 7 നിറങ്ങളുണ്ടല്ലോ സൂര്യപ്രകാശത്തിന്. അതിൽ ബ്ലൂ, വിബ്ജിആറിലെ ബ്ലൂ, അത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുന്ന അവസരത്തിൽ ചിതറിപ്പോകും. ആ ബ്ലൂ, ആ നീലയാണ് അന്തരീക്ഷത്തിൽ ആകാശത്തിൻ്റെ നീലനിറമായിട്ട് പ്രകാശിക്കുന്നത്. അതുപോലെ അത് ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതുപോലെയാണ് ഈ സ്ഫടികത്തിലെ ചുമപ്പ് നിറം, നീലനിറം, മഞ്ഞ നിറം, ഏത് നിറമായാലും അതുപോലെയാണ് ഈ ജഗത്. ഇതം, ഈ ജഗത്ത് യഥാ ജഗതിദം ഭാതി തഥാ സത്യം ഇവാദ്വയേ. സത്യമിവാദ്വയേ, അദ്വയേ, രണ്ടാമതായിട്ടൊന്നില്ലാത്ത ഈ അദ്വൈത വസ്തുവിൽ, അതാണ് അദ്വൈതാനുഭൂതി നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ടൊന്നില്ലാത്ത ഏകമായ വസ്തു എന്താണത്? തന്നിലെത്താൻ. തന്നിലെത്താൻ ആ അദ്വയ വസ്തു അത് വേറെ എവിടെയെങ്കിലും പോയി നിങ്ങൾ പ്രാപിക്കേണ്ടതായിട്ടുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നിങ്ങളറിയാതിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നിലെത്താൻ. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. തന്നിലുണ്ടായിട്ടും താൻ അറിയാതിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് തന്നിലെ താൻ, അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ആ ഈശ്വര ചൈതന്യം, ആ ഈശ്വരൻ എവിടെയിരിക്കുന്നു? നിങ്ങളിലെ താൻ. അതാണ് താനെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, ആ ബോധനിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ? ഈശ്വരൻ. നോ ഡൗട്ട്. നീ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, പട്ടിയാണെങ്കിലും ശരി, പൂച്ചയാണെങ്കിലും ശരി, അവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചറിയാം.
ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും തിരിച്ചറിയാം. പക്ഷേ ആ വിശ്വാസത്തിലേക്ക് അവരുടെ ശ്രദ്ധ ഉണർന്നാൽ മാത്രമേ അതുണ്ടാകൂ. അന്ധമായ മതത്തിൻ്റെ അടിമകളായി കഴിയുന്നവർക്ക് ആ ഭാവത്തിലേക്ക് ഉണരാൻ കഴിയുകയില്ല. നമ്മുടെ മതമല്ല അവരുടെ മതം എന്നുള്ള ഭാവത്തിൽ കഴിയുന്നവർക്ക് അതിലേക്ക് ഉണരാൻ കഴിയുകയില്ല. ഇവിടെ മതമില്ല. ഇത് ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നതല്ല. ഇത് സനാതന തത്വം എല്ലാവർക്കുമുള്ളത്, പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ഉള്ളത്. പക്ഷേ പട്ടിയും പൂച്ചയുമൊക്കെ ക്രമാനുഗതമായിട്ട് മനുഷ്യ ശരീരത്തിലേക്ക് ഉയർന്ന് വരുമ്പോൾ അവർക്കും ഇത് തിരിച്ചറിയാനാകും. നേരത്തെ പറഞ്ഞതുപോലെ, ആ ശ്മശാനകാളി പറഞ്ഞതുപോലെ, എത്രയോ പ്രാവശ്യം അയാൾ സാധന ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ സാധന ബലപ്പെടാത്തത് കൊണ്ടാണ് അയാൾക്ക് ഈ ഭ്രാന്താവസ്ഥ ഉണ്ടായത്. നിനക്ക് സമയമായി. നീ വിടാതെ ആ ഭാവത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇത് സത്യം. ആ സത്യത്തെക്കുറിച്ച് ബോധവാനായി തന്നിൽ താനായിരിക്കുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല. അത് നാമരൂപരഹിതമായ വസ്തു. തന്നിലെ താൻ. ജാതി നീതി കുല ഗോത്ര ദൂരകം അല്ലേ, അങ്ങനൊരു മന്ത്രം നമ്മളെപ്പോഴും പറയാറുണ്ട്. നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി ഭാവയ ആത്മനി. തന്നിൽ താനായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപം നാമരൂപരഹിതം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം, നാം ഉണർവോടുകൂടി ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോഴും ആ ചൈതന്യമാണ് നമ്മെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിലും അതിനെ കാണാനുള്ള വിദ്യയാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരശീലയെ കാണുന്നത് പോലെ നിങ്ങൾക്ക് തന്നിലെ തന്നെ കാണാൻ സാധിക്കും. ആർക്കാണോ എനിക്കതിനെ കാണണം എന്ന് അമിതമായ ആഗ്രഹമുള്ളവർക്ക് നിശ്ചയമായിട്ടും കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടങ്ങാത്ത ത്വര ഉണ്ടായിരിക്കണം, ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. ചുമ്മാ കിട്ടുകയില്ല. ഈ ലൗകികമാണ് സത്യമെന്ന് കരുതി ജീവിച്ചുകൊണ്ട് ഈ ജീവിതം മുഴുവനും അതിനുവേണ്ടി സമർപ്പിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ മൃഗങ്ങൾ മരിക്കുന്നത് പോലെ നമ്മളും മരിച്ചു പോകും. മനുഷ്യ ജീവിതം കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുമാത്രം. ആരാണ് തന്നിലെ യഥാർത്ഥ ഞാൻ? ആരാണ് താൻ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഞാൻ ആരാണെന്ന് അറിയുന്നതല്ല, ഞാൻ ആരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുട്ടപ്പനാണ്, ഞാൻ ഗോപാലകൃഷ്ണനാണ്, ഞാൻ വലിയ മുതലാളിയാണ്, അല്ലേ, ഞാൻ മന്ത്രിയാണ്, ഞാൻ സ്വാമിയാണ് എന്നൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൻ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമം എത്ര പേർക്കുണ്ട്? വളരെ വളരെ ചുരുക്കം ചിലർക്ക് മാത്രം. അതുകൊണ്ടാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് സഹസ്രാണാം മനുഷ്യേഷു അല്ലേ കശ്ചിത് യദതി സിദ്ധേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. തത്വരൂപത്തിൽ എന്നെ അറിയുന്നു. എന്താ തത്വരൂപം? തത്വമസി, നിൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ ഈശ്വരൻ നിൻ്റെ ഉള്ളിലിരിക്കുന്നു. നാമരൂപരഹിതമായ ഈശ്വരൻ തന്നിലെ താനായിട്ട് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ പതിപ്പിക്കുന്നത്, അങ്ങോട്ട് നോക്കണം.
പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല. നമ്മുടെ ഉണ്ടക്കണ്ണ് വെളിയിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. വെളിയിലുള്ളതെല്ലാം കാണും. അങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് വെടി തീരാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വെടി നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ ആർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? തനിക്കത് പ്രയോജനപ്പെടുത്തണം എന്ന ആഗ്രഹം ലേശമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിചാരം ചെയ്ത് നോക്കൂ. ലേശമെങ്കിലും ആ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ നോക്കുന്നില്ല. ആർക്കെങ്കിലും ലേശമെങ്കിലും എനിക്കതായിത്തീരണം എന്ന ഭാവത്തിൽ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ തിരിക്കണം എന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അണഞ്ഞു പോകാതെ, തീ അണഞ്ഞു പോയ അടുപ്പിൽ നിന്ന് ഒരു കനലെങ്കിലും ഉണ്ടെങ്കിൽ അതണഞ്ഞു പോകാതെ അതിനെ സംരക്ഷിച്ചെടുത്താൽ ഒരു അഗ്നിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്നത് പോലെ ആരുടെയെങ്കിലും ഉള്ളിൽ ചെറിയ ഒരു ഭാവമെങ്കിലും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം, അതായിത്തീരണം എന്ന ചെറിയ ഒരാഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ അത് അണഞ്ഞു പോകാതെ അതിനെ നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. അതിന് ദീർഘമായ ശ്രമമൊന്നും ആവശ്യമില്ല. ഒറ്റ സെക്കൻഡ് മതി. ഉറച്ച വിശ്വാസത്തോടു കൂടി ഇതല്ല ഞാൻ ഇതിനകത്തിരിക്കുന്ന അത്. എന്താ പാട്? ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയണ്ട, ഉദ്യോഗം കളയണ്ട, ഒന്നും കളയണ്ട. ഈ സന്യാസം സ്വീകരിച്ച അവസരത്തിൽ എൻ്റെ അടുത്ത് ഉദ്യോഗം രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു. സ്വാമി, രാജി എഴുതി തരണം. എന്തിനാ രാജിവെക്കുന്നത്? രാജിയൊന്നും വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പാട്ടിന് അവിടെ ഇരുന്നോളൂ. ചെയർമീനിൽ കിടക്കുന്ന മീനിൻ്റെ ദേഹത്ത് ചെളി പറ്റാതിരിക്കുന്നത് പോലെ നിങ്ങൾ ലൗകികത്തിൽ ഏതവസ്ഥയിലിരുന്നാലും ശരി, പോലീസുകാരനായിരുന്നാലും ശരി, മന്ത്രിയായിരുന്നാലും ശരി, നീ ആധ്യാത്മികതയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ഉയർന്ന നില സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊഴിൽ ഒരു തടസ്സമല്ല, നിങ്ങളുടെ കുടുംബം തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. രാമകൃഷ്ണദേവൻ കുട്ടിക്കാലത്ത് തന്നെ കല്യാണം കഴിച്ചിരുന്നു, ബാല്യവിവാഹം. ആധ്യാത്മികതയിലേക്ക് ഉയർന്ന ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന അവസരത്തിൽ ശാരദാദേവി അത് കേട്ടു. ഇങ്ങനെ ഭർത്താവ് ഭ്രാന്ത് പിടിച്ചതുപോലെ ദക്ഷിണേശ്വരത്ത് കഴിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒറ്റയ്ക്ക് അവരുടെ ദേശത്തു നിന്ന് ഓടി. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ്റെയും കാമാർ പുകൂർ ശാരദാദേവിയുടെയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് രാമകൃഷ്ണദേവനെ കാണുന്നതിന് വേണ്ടിയിട്ട് നടന്ന്, അന്ന് വണ്ടിയൊന്നുമില്ല, അവിടെ റോഡൊന്നുമില്ല, വെറും മണ്ണ്. റോഡെന്ന് പറയുന്നത് വെറും മണ്ണാണ്. അപ്പോൾ വഴിയിൽ വെച്ച് പിടിച്ചോറിക്കാരും കാട്ടാളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ട്. കൊള്ളക്കാർ ഇവരെ പിടിച്ചു. ആ ഒരു കൊള്ളക്കാരൻ്റെ പാദത്തിൽ വീണ് അച്ഛ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ദക്ഷിണേശ്വരത്ത് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്, അച്ഛൻ എന്നെ അദ്ദേഹത്തിൻ്റെ സമീപത്ത് കൊണ്ടെത്തിക്കണം എന്ന് ശാരദാദേവി ആ കൊള്ളക്കാരനോട് ആവശ്യപ്പെട്ടു. ആ കൊള്ളക്കാരൻ അതനുസരിച്ച് അവരെ രാമകൃഷ്ണദേവൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു. രാമകൃഷ്ണദേവനോട് അവർ അഭ്യർത്ഥിച്ചത്, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം, അങ്ങയ്ക്ക് ആവശ്യമായ ആഹാരം പാകം ചെയ്ത് തരാനായിട്ട് മാത്രം എന്നെ അനുവദിച്ചാൽ മതി എന്ന ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് അവർ
ആവശ്യപ്പെട്ടത്. അതാവശ്യപ്പെട്ടതിനനുസരിച്ച് അവിടെ അന്ന് മുതൽ അവിടെ താമസം തുടങ്ങി. രാമകൃഷ്ണദേവനെ വേണ്ട വിധത്തിൽ അവർ പരിചരിച്ചു വന്നു. അതുകൊണ്ടൊന്നും രാമകൃഷ്ണദേവന് ഇത് തൻ്റെ ഭാര്യയാണെന്നുള്ള ഭാവമോ നോട്ടമോ ഒന്നുമില്ല. രാമകൃഷ്ണദേവൻ സദാസമയവും ആ ബ്രാഹ്മീ ഭാവത്തിൽ, അമ്മ എന്നുള്ള ഭാവത്തിൽ, ദ്വൈതഭാവത്തിലായിരുന്നു ആദ്യം. ഭവതാരിണി ദേവിയുമായിട്ട് ആ ദേവീ ഭാവത്തിൽ ഞാൻ വേറെ അമ്മ വേറെ, പക്ഷേ ഞാനും അമ്മയും ഒന്ന്, ആ അമ്മയും ബ്രഹ്മവും ഒന്ന് എന്ന ഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ട് തോതാപുരി വന്ന് ഇദ്ദേഹത്തെ ആ ദേവീഭാവത്തിൽ നിന്ന്, ആ ദ്വൈതഭാവത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. എങ്കിലും മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദ്വൈതഭാവം, ഞാൻ വേറെ അമ്മ വേറെ. പക്ഷേ രാമകൃഷ്ണദേവൻ്റെ ഉള്ളിൽ അമ്മയും ബ്രഹ്മവും ഒന്നു തന്നെ എന്ന ഭാവന ഉണ്ടായിരുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തോതാപുരിയുടെ ശാസനയ്ക്ക് വഴങ്ങി ആ ദേവീഭാവത്തെ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് വെട്ടിക്കളയാൻ കഴിഞ്ഞു, വെട്ടിക്കളയിപ്പിച്ചു. അല്ലെങ്കിൽ ആ അദ്വൈത അവസ്ഥ ഉണ്ടാവുകയില്ല. തോതാപുരിയുടെ സമ്പർക്കത്തിലൂടെയാണ് രാമകൃഷ്ണദേവന് ആ അദ്വൈതാവസ്ഥ ഉണ്ടായത്. നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അദ്വൈത അവസ്ഥയിലേക്ക്. ആ അദ്വൈതാവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ, സർവാന്തര്യാമിയായ എന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ നിങ്ങളെ സദാ നിർത്തുമെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രമല്ല അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമി ഭാവത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കും. അതാണ് അദ്വൈതാവസ്ഥ. അദ്വൈതം രണ്ടാമതായിട്ടൊന്നില്ല. എന്നിലെ താൻ തന്നെയാണ് അവനിലെ താനും അവളിലെ താനും ഹിന്ദുവിലെ താനും ക്രിസ്ത്യാനിയിലെ താനും പട്ടിയിലെ താനും എല്ലാം. ആ ഭാവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ പരിമിതമായ നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്പെടുത്തണം. ദാറ്റ് ഈസ് സ്ഥിരപ്രജ്ഞത്വം. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിരപ്പെടുത്തണം. എങ്ങനെ സ്ഥിരപ്പെടുത്തും? ആ അറിവിൽ നിങ്ങൾ ഉറയ്ക്കണം. യെസ്, ഐ എം ദാറ്റ്. അല്ലാതെ ഈ ഞാനാണോ നിങ്ങളിലെ ഞാൻ, യഥാർത്ഥ ഞാൻ? ഈ ഞാനെന്ന് പറയുന്നത്, കുട്ടപ്പൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ഛൻ കോവാലൻ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ കോവാലനായിട്ടല്ലേ ഇരിക്കൂ. നിങ്ങളിലെ ഈ നാമമെന്ന് പറയുന്ന അസത്യമല്ലേ? ഔസേപ്പ് എന്ന് പറയുന്ന നാമത്തിൽ ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വർഗീസ് എന്നാണ് പേരിട്ടിരുന്നെങ്കിൽ അയാളിപ്പോൾ വർഗീസായിട്ടല്ലേ ജീവിക്കൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് അതുപോലെ തന്നെ. ദുർഗാനന്ദ സരസ്വതി എന്ന് ഇതിനു മുമ്പ് എൻ്റെ പേര് വേറൊന്നായിരുന്നു. സന്യാസം സ്വീകരിച്ചപ്പോൾ വേറൊരു പേര് തന്നു. നേരത്തെ ഉണ്ടായിരുന്ന പേരും അസത്യം, ഇപ്പോൾ ഉള്ള പേരും അസത്യം. സത്യമായിട്ടുള്ളത് എന്താണ്? എന്നിലെ താൻ, നാമരൂപരഹിതമായ എന്നിലെ താൻ. അത് സത്യാനന്ദ സരസ്വതിയോ ദുർഗാനന്ദ സരസ്വതിയോ അല്ല. അത് എന്നിലെ താൻ തന്നെയാണ് നിങ്ങളിലെയും താനായിരിക്കുന്നത്. എന്നിലെ താൻ തന്നെയാണ് നിങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത്. ഒരേ ചൈതന്യം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ഏതിന് സാക്ഷി?
നിങ്ങളുടെ ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, നിങ്ങളുടെ സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, നിങ്ങളുടെ സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി, നിങ്ങളുടെ ഈ ജന്മത്തിന് സാക്ഷി. നിങ്ങൾക്ക് ഇതിനു മുൻപ് എത്രയെത്ര ശരീരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നു ആ താൻ, നിങ്ങളിലെ താൻ. ജന്മജന്മാന്തരങ്ങൾക്ക് സാക്ഷി. ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഈ നിമിഷം തന്നെ മാറ്റുന്നത്. ഈ നിമിഷം തന്നെ മാറ്റാനായിട്ട് എന്താ പാട്? അത് നിങ്ങൾക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, ആ അറിവ് സത്യമാണെന്ന് നിങ്ങൾക്ക് ധരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ധാരണയിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, യെസ് ഐ എം ദാറ്റ്, അതാണ് ഞാൻ. ആ ഉറച്ച തീരുമാനത്തിൽ കൂടി മാത്രമേ ഒരാളിന് അതിലേക്ക് ഉയരാൻ സാധിക്കൂ. ഇല്ലാതെ കാണാതെ പഠിച്ചാലൊന്നും ഉണ്ടാകുന്നതല്ല ഇത്. എന്തെങ്കിലും കാണാതെ പഠിച്ചോ ഏതെങ്കിലും സ്വാമിയുടെ പുറകെ നടന്നാലോ കിട്ടുന്നതല്ല. ഏതെങ്കിലും ഗുരുവിനെ ദീർഘകാലം മുഴുവനും ശുശ്രൂഷ ചെയ്താലൊന്നും കിട്ടുന്നതല്ല. അതിലൂടെയൊക്കെ കിട്ടുന്നത് എന്താണ്? ചിത്തശുദ്ധി. ഗുരുക്കന്മാരെ സേവിക്കുന്നതിലൂടെ അതൊന്നും തെറ്റല്ല, അതൊക്കെ അത്യാവശ്യമാണ്. അതിലൂടെ എല്ലാം കിട്ടുന്നത് ചിത്തശുദ്ധി. ആ ശുദ്ധമായ ചിത്തത്തിൽ മാത്രമേ ഈ തരത്തിലുള്ള വാക്യങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് സ്വാംശീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പറ്റിപ്പിടിക്കണം. അതാണ് സത്സംഗത്തിൻ്റെ പ്രയോജനം. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. മറ്റവൻ അച്ഛനെ കാണാൻ വന്നിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടേ ഉള്ളൂ, നാളെ കാണണോ? വേണ്ട, ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. അതുപോലെ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതിനെ കാണാൻ കഴിയുമോ? എന്താ കാണാൻ പാട്? എന്താ പാട്? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരശ്ശീലയെ കാണാൻ കഴിയുമോ? കാണാൻ കഴിയും. അപ്പോഴും ചിലർ എങ്ങനെ കാണും? പടമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ തിരശ്ശീലയെ കാണും? അതാണ് ജ്ഞാനദൃഷ്ടി. ജ്ഞാനമാകുന്ന ദൃഷ്ടിയിലൂടെ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കും. അറിവിലൂടെ. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തിരശ്ശീലയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന പടം അസത്യമാണ്, ഉള്ളതേയല്ല. അവിടെ കാണുന്ന മോഹൻലാലോ ഷീലയോ സത്യനോ കൊട്ടാരക്കര ശ്രീധരൻ നായരോ ഒക്കെ അവിടെ നിന്ന് ബഹളം കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. അതൊക്കെ സത്യം, മിഥ്യ, ഉള്ളതേയല്ല. ഉള്ളതായിട്ടുള്ളത് ആ തിരശ്ശീല മാത്രം, ഇല്ലേ? ആ തിരശ്ശീല മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 71-ാമത്തെ മന്ത്രത്തിലേക്ക് കടന്നാൽ സ്ഫടികേ രക്തത മിഥ്യ, സ്ഫടികേ രക്തത മിഥ്യ, തിരശ്ശീലയിലെ ചിത്രങ്ങൾ മിഥ്യ. മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും, അല്ലേ, അടൂർ ബാസി ആയാലും ഷീലയായാലും മിഥ്യ, ഉള്ളതേ അല്ല. ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. മൃഷ ഖേ നീലതായഥ. നീലത എവിടുത്തെ? അമ്പരത്തിലെ ആകാശത്തിലെ ആ നീലിമ, അതും മൃഷ, വെറുതെ, ഉള്ളതേയല്ല, മിഥ്യ. കണ്ണാടിയിലെ ചുമപ്പ് നിറവും സ്ഫടികത്തിലെ ചുമപ്പ് നിറവും ആകാശത്തിലെ നീലിമയും ഏതുപോലെ മിഥ്യയാണോ അതുപോലെ തഥാ ജഗദിദം മിഥ്യ ഏകസ്മിൻ അദ്വയേ മയി.
ഈ അദ്വയമായ എന്നിലെ താനിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. ആ കാണുന്നതാരാണ്? ഉള്ളതുപോലെയുള്ള ഞാൻ. കാണുന്നത് എന്നിലെ ഞാനാണ് കാണുന്നത്. ആ ഞാനും അസത്യം. സത്യമായിട്ടുള്ളത് എന്നിലെ താൻ. അത് സത്സംഗത്തിലൂടെ കേട്ട് അറിഞ്ഞ് ഏതു പ്രകാരമാണോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരശീലയെ കാണാതെ കാണുന്നത്, അതുപോലെ ഞാൻ ഭാവത്തിൽ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനാധാരമായിരിക്കുന്ന തന്നിലെ തന്നെ ജ്ഞാനദൃഷ്ടിയാൽ കാണാതെ കാണാനുള്ള വൈഭവം ആർജിക്കണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. ഒന്നും അതിന് കാണാതെ പഠിക്കാനൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു, കാണാതിരിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യൻ മണ്ഡനമിശ്രൻ, അദ്ദേഹം മാനസോല്ലാസം എന്ന് പറയുന്ന ഒരു പ്രകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തികമാണ്. അതിൽ നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥോദ്ഭിത. ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഉണർന്നവന് ഏതു പ്രകാരമാണോ ഇല്ലാതിരിക്കുന്നത്, അതുപോലെ സമ്യക് ജ്ഞാനോദയാദൂർധ്വം വിശ്വം ന പശ്യതി. ഉറക്കത്തിൽ നിന്നുണർന്നവന് ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങൾ ഏതുപോലെയാണോ ഇല്ലാത്തതായിരിക്കുന്നത്, അതുപോലെ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്സംഗത്തിലൂടെ എന്നിലെ ഞാനാകുന്ന അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർന്നവന്, ഞാനെന്ന് പറയുന്നത് അജ്ഞാന നിദ്ര, അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം മാത്രമാണ് ഈ ജഗത്ത് മുഴുവനും, നാമരൂപാത്മകമായ ഈ ജഗത്ത് മുഴുവനും ആരാ കാണുന്നത്? എന്നിലെ ഞാൻ. ഈ ഞാൻ ഉള്ളതാണോ? ഉള്ളതേ അല്ല. അവൻ അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും സ്വപ്നം മാത്രം. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് എങ്ങനെയാണ്? സത്സംഗം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താ നിശ്ചലതത്വം? തന്നിലെ താൻ, നിങ്ങളിലെ താൻ, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? എന്നിലെ ഞാൻ. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നില എന്താണ്? ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്ന സമാനം. ആ ഉറക്കത്തിൽ നിന്നുണർന്നവന് രാത്രിയിൽ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം ഉള്ളതാണോ? ഉള്ളതേ അല്ല. അതുപോലെ ഏതൊരാളാണോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സത്സംഗത്തിലൂടെ തന്നിലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരുന്നത്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത് പ്രപഞ്ചം മുഴുവനും ഉള്ളതേ അല്ല, ഇല്ലാത്തതായിത്തീരും. ആർക്ക്? ഞാൻ ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരുന്നവന്. ആരാ ഉണരുന്നത്? ഇത് കേട്ടുകൊണ്ടിരുന്ന് കേട്ട് 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 സ്വയം ബോധിച്ച്, ശരിയാണ്, ഈ ഞാൻ അസത്യം, ഈ ഞാൻ സത്യമേ അല്ല, ഞാൻ
നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്ന സമാനമാണ് ഈ ജഗത്തിലെ നാമരൂപാദികൾ മുഴുവനും. പിന്നെ ഞാൻ അസത്യമാണെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ എന്നിലെ താൻ എന്ന് ബോധിച്ച് അറിഞ്ഞ് ആ താനിലേക്ക് ആരാണോ ഉയരുന്നത് അതാണ് ഉണരൽ. ഉണരൽ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ആരാണോ തന്നെ തിരിച്ചറിവിലൂടെ ഉദ്ധരിപ്പിക്കുന്നത്. അതാണ് ആ വിചാരബിന്ദുപനിഷത്ത് പറയുന്നത്. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. ഈ ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ മരിക്കുന്നത് വരെ ശരീരമായിട്ട് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സച്ചിദാനന്ദ സ്വരൂപ അഹം ഇതി മന്യമാനഃ. എന്താ ആ സച്ചിദാനന്ദ സ്വരൂപം? തന്നിലെ താൻ. വേറെ എവിടുന്നെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഏതെങ്കിലും സ്വാമിയുടെ കയ്യിൽ നിന്നോ ഏതെങ്കിലും ഗുരുവിൽ നിന്നോ പോഞ്ഞു കെട്ടി വാങ്ങിക്കേണ്ടതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ താൻ, ദാറ്റ് ഈസ് സച്ചിദാനന്ദ സ്വരൂപം. സച്ചിദാനന്ദ സ്വരൂപ അഹം ഇതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. അവൻ ബ്രഹ്മം തന്നെയായിത്തീരും. യാതൊരു സംശയവുമില്ല. ഉറപ്പ്. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടാലും ശരി, ഏത് മതത്തിൽപ്പെട്ടാലും ശരി, അതൊന്നും ഇവിടെ ബാധകമല്ല. ഈ അറിവിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഹിന്ദുവായ ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, വൈശ്യനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ആസ്ട്രേലിയക്കാരനായാലും ശരി, പാകിസ്ഥാൻകാരനായാലും ശരി, അറബിയാണെങ്കിലും ശരി, ഈ അറിവിലേക്ക് നിന്നെ ഉണർത്തുന്നുണ്ടോ? എങ്ങനെയാ ഉണർത്തേണ്ടത്? ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉണരണം. അതാണ് അജ്ഞാന നിദ്രയിൽ നിന്നുള്ള ഉണരൽ. ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ ഉറക്കത്തിൽ നിന്നുണർന്നു കഴിയുമ്പോൾ ഏതു പ്രകാരമാണോ ഇല്ലാത്തതായി തീരുന്നത്, അതുപോലെ അജ്ഞാന നിദ്രയിൽ നിന്നുണരുന്ന ഓരോരുത്തരുടെയും ഈ സ്വപ്ന സമാനമായ ജാഗ്രത് പ്രപഞ്ചവും ഉള്ളപ്പോൾ തന്നെ ഇല്ലാത്തതായിത്തീരും. ഇതൊക്കെ സത്യമാണോ സ്വാമി? ഇതൊക്കെ സത്യമാണോ? ഈ ഉള്ള പ്രപഞ്ചം ഇല്ലാത്തതായി തീരുമെന്നൊക്കെ സ്വാമി ചുമ്മാ ഇങ്ങനെ പറയുന്നല്ലോ. ഇതൊക്കെ സത്യമാണോ? നിങ്ങൾ ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ സത്യമല്ലേ? നിങ്ങളെങ്ങനെ ഉണർന്നത്? ഉറക്കത്തിൽ കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഒരൊറ്റ ആ മുമ്പിൽ വന്ന് പെട്ടു. എടുത്തു പിടിച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ കട്ടിലെ നുരുണ്ട് താഴെ വീണു. ഉണർന്നപ്പോൾ എഴുന്നേറ്റ് വന്നു. എന്തിനാ? ആ ആന. എവിടെ ആന? സ്വപ്നം, മിഥ്യ. അതുപോലെ തന്നെയാണ് അജ്ഞാന നിദ്രയിൽ നാം സത്യമെന്ന് കരുതി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാമരൂപ പ്രപഞ്ചം മുഴുവനും സ്വപ്നത്തിൽ കണ്ട സ്വപ്ന ദൃശ്യങ്ങൾ പോലെ മിഥ്യ 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 ഉള്ളതേയല്ല എന്ന് എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും? സമ്യക് ജ്ഞാനോദയാത് ഊർധ്വം. സമ്യക് ജ്ഞാനത്തിലൂടെ, സമ്യക് ജ്ഞാനം എന്താ? സമ്യക്കായി ശരിയായിട്ടുള്ള ജ്ഞാനം. ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ തന്നെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ് യഥാർത്ഥ ഞാൻ എന്നുള്ള ജ്ഞാനമാണ് സമ്യക്കായിട്ടുള്ള ജ്ഞാനം, ശരിയായിട്ടുള്ള ജ്ഞാനം. അതാണ് സുരേശ്വരാചാര്യർ മാനസോല്ലാസത്തിൽ പറയുന്നത് സമ്യക് ജ്ഞാനോദയാത് ഊർധ്വം. പിന്നീട് അതിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ
ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ തഥാ വിശ്വം ന പശ്യതി. അപ്പോൾ ഈ പ്രപഞ്ചം ഇല്ലേ ഇല്ല. ഇത് വളരെ നിസ്സാരമാണ്. ചിത്തശുദ്ധി ഉണ്ടാകണം. ചിത്തശുദ്ധി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് അങ്ങോട്ട് സ്വാംശീകരിക്കപ്പെടുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ സ്വാംശീകരിക്കപ്പെടണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടായിരിക്കണം. ചിത്തശുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിരന്തര വിചാരം. ഗുരുക്കന്മാരെയൊക്കെ സേവിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഉള്ള പുസ്തകങ്ങൾ നിരന്തരമായിട്ട് വായിക്കുക. രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, മഹാത്മാക്കളുമായിട്ട് സത്സംഗത്തിലേർപ്പെടുക, അതിലേക്ക് ഉയരണമെന്നുള്ള ആഗ്രഹം നിരന്തരം പുലർത്തുക. അങ്ങനെ നിരന്തരമായിട്ട് ചെയ്താൽ ഒരു ജന്മം കൊണ്ടൊന്നും ആ ചിത്തശുദ്ധി കിട്ടിയെന്ന് വരില്ല. അനവധി ജന്മങ്ങളിലെ സംസ്കാരത്തിലൂടെയാണ് ആ ചിത്തശുദ്ധി ഉണ്ടാകുന്നത്. ആ ചിത്തശുദ്ധി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോഴേ അതിനു വേണ്ടി ശ്രമിക്കുക. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയില്ലേ എന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് നേടാവുന്നതാണ്. ഒറ്റ നിമിഷം മതി. നിങ്ങൾ പൂർണ്ണമായിട്ടും ഹൃദയം തുറന്ന് ശ്രദ്ധയോടുകൂടി ഇതിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മം തന്നെ നിങ്ങൾക്ക് അതിനെ പ്രാപിക്കാൻ സാധിക്കും. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃപുനഃ. അഹം സാക്ഷി, ഞാനെന്ന് പറയുന്നത് ആ സാക്ഷി ചൈതന്യം. ആരാ സാക്ഷി? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, നിങ്ങളിലെ താൻ സാക്ഷി. ആ സാക്ഷിയാണ് ഞാൻ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് സദാസമയവും ആ ഭാവത്തിൽ നിങ്ങളെ നിലനിർത്തണം. ദാറ്റ് ഈസ് ഉണരൽ. അതിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ആ സാക്ഷിഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. നിലനിർത്തുന്നില്ലെങ്കിൽ ഗോപി ചുമ്മാ കിട്ടില്ല. ആ നിലനിർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? ഭാര്യയെ നഷ്ടമാകില്ല, മക്കളെ നഷ്ടമാകില്ല, കുടുംബം നഷ്ടമാകില്ല, ഉദ്യോഗം നഷ്ടമാവില്ല, നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ ഒന്നും നഷ്ടമാവില്ല, നിങ്ങളുടെ ജീവിതചര്യകൾക്ക് മുടക്കം വരുന്നില്ല. എല്ലാം അപ്രകാരം തന്നെ തുടർന്നു കൊണ്ടേയിരിക്കട്ടെ. അപ്പോഴെല്ലാം നിങ്ങൾ ആ സാക്ഷിഭാവത്തിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങളെ ആ സാക്ഷിഭാവത്തിൽ തന്നെ നിർത്തണം. ആധ്യാത്മികതയിലേക്ക് ഉയരണമെന്ന ആഗ്രഹമുള്ളവർ അത് ചെയ്യുന്നില്ലെങ്കിൽ അല്പം പോലും പ്രയോജനം ഉണ്ടാവുകയില്ല. അഹം സാക്ഷി ഇതി വിദ്യാത്, ഞാൻ ആ സാക്ഷിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യ ഏവം പുനഃപുനഃ, വിവേചനം ചെയ്യുക, തിരിച്ചറിയുക, വിചാരം ചെയ്യുക. വിവിച്യ ഏവം പുനഃ വീണ്ടും 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 ഞാൻ ആ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിലെ താൻ. അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ. അവനാണ് മുക്തൻ, അവനാണ് മുക്തനായിത്തീരുന്നത്. ഇതി വേദാന്ത ഡിണ്ടിമഃ, വേദാന്തത്തിലെ പെരുമ്പറഘോഷം. ഇതാണ് ആധ്യാത്മികതയുടെ പരമസത്യം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് അടുത്ത ഞായറാഴ്ച ഇവിടെ ചതയ ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ഇല്ല. നമുക്ക് വീണ്ടും
അടുത്ത എന്നാണ് 7-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി വീണ്ടും കാണാം. ഈ 14-ാം തീയതി നിങ്ങൾ വരുമ്പോൾ താനായിട്ട് വരിക, ഞാനിൽ നിന്ന് മാറി തന്നിലെ താനായിട്ട് വരിക. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ